إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ തമ്പുരാനും സ്രഷ്ടാവും പരിപാലകനുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രയാസകരമായ ഒരു വിട പറയലിന്റെ സമയത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നായിരിക്കണം പുണ്യകരമായ അവർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമദാനിന്റെ കാലഘട്ടത്തിന്റെ അവസാന ഭാഗമെന്നാണ് സഹാബത്തിന്റെ ചരിത്രമൊക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന അവന്റെ ജന്മ സഹജമായ ഒരു ചിന്തയാണ് ഒരു കാര്യം അവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ വിട്ടുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നത്. എന്തെന്ന് കഴിഞ്ഞു പോകുമ്പോഴും അതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു നിരൂപണം നടത്തുകയും അതേപോലെ തന്നെ അതിലേതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ, പിഴവുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ഗുണമായിട്ടാണ് സഹാബികളുടെ ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്.
3 ചോദ്യമാണ് നമ്മൾ നമ്മുടെ മനസ്സുകളോട് ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ടത്. കാരണം പരിശുദ്ധ റമദാൻ വിട ചോദിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ എങ്ങനെയായിരിക്കണം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ക്രമീകരണം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചൊന്ന് ആലോചിക്കേണ്ടുന്ന ഒരു സമയം, നമുക്ക് എന്ത് നേടാൻ പരിശുദ്ധ റമദാനിലൂടെ സാധ്യമായിട്ടുണ്ട് എന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടുന്ന, എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചുവെങ്കിൽ അത് പരിഹരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് പരിശുദ്ധ റമദാനിന്റെ അവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെല്ലാമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്, എന്തെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയി, ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ അത് വിട പറഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ അതിശക്തമായി പ്രവർത്തനങ്ങളിലേക്ക് ഊർജ്ജസ്വലമായി കടന്നു വരേണ്ടുന്ന ഒരു സമയമായി ഈ സമയത്തെ കാണണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഉമ്മമാരോടും സഹോദരികളോടും സഹോദരങ്ങളോടുമൊക്കെ ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരേണ്ടത്, ഈ നേടിയെടുത്തതെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാവുന്ന തരത്തിലേക്ക് ഈമാനികമായ ചൈതന്യം ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ ഈമാനികമായി ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ, അതല്ലെങ്കിൽ ഇനിയുള്ള ജീവിതകാലം ഞാൻ ഇപ്പോ തുടങ്ങിയിട്ടുള്ള പരിശുദ്ധ റമദാനിൽ ഒന്നുകൂടെ ശ്രദ്ധയോട് തുടങ്ങിയ കർമ്മങ്ങളെ അടുത്ത റമദാൻ വരെ അതിന്റെ ചോർച്ച സംഭവിക്കാതെ കൊണ്ടുപോവാൻ ക്രമീകരണങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഈ ഒരു പരിശോധനയാണ് പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പലപ്പോഴും കുറെ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, ഇബാദത്തുകൾ ചെയ്തു, അതേപോലെ തന്നെ ഖുർആൻ പാരായണം നടത്തി. എന്നാൽ അതൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ എന്താണ്, ഞാനിപ്പോ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ എല്ലാം തികഞ്ഞവനാണ്. അങ്ങനെ ഒരു തോന്നലും വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാൻ എല്ലാം തികഞ്ഞു എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്റെ റബ്ബിന്റെ കാരുണ്യം എനിക്ക് ആവശ്യമാണെന്ന വിനീതമായ ഭാവമാണ് ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടത് എന്നത് ആണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലിയ ത്യാഗം സഹിച്ചു. ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അങ്ങനെ ദീർഘമായ യാത്ര നടത്തി അവസാനം ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്ന സമയത്താണ് ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന പുരുഷന്മാർക്കിടയിൽ 2 പെൺകുട്ടികളെ കാണുന്നത്. അദ്ദേഹം അവരെ സഹായിച്ചു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പെൺമക്കൾക്ക്, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്ത് തിരിച്ചുപോയി ഇരിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറ ഖസസിൽ അതിന്റെ 24-ാമത്തെ ആയത്തിലൂടെ കഥ പറയാണ് ഖുർആൻ. ഖസസ് എന്ന് പറയുമ്പോൾ ആ കഥ പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോ അവിടെ അള്ളാഹു പറഞ്ഞത് ഫസഖാ ലഹുമാ ثم تولى الى الظل فقال رب اني لما انزلت الي من خير فقير. ഫസഖാ ലഹുമാ, ആ 2 പെൺകുട്ടികളുടെ ആടുകൾക്കും വെള്ളം കൊടുത്തു. ثم تولى الى الظل, എന്നിട്ട് ആ മരത്തണലിലേക്ക് മാറിയിരുന്നു. ഫഖാല, എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഖുർആൻ പറഞ്ഞത്, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ച റബ്ബേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ അത്യാവശ്യക്കാരനാണ്, ആവശ്യക്കാരനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മയിൽ എത്ര വലിയ ത്യാഗം സഹിച്ചാലും എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അപ്പോഴും അവന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു ചിന്തയായി വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്.
എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നന്മകൾക്കും ആവശ്യക്കാരനാണ് ഞാൻ എന്ന ഒരു വിനീതമായ, ഒരു വിനയാന്വിതമായ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് മാറാൻ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് സാധ്യമാകണം എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിക്കുന്നത് വരെ അവൻ നിർഭയനാവുന്നില്ല എന്നാണ് സഹാബത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. അതേപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് അവസാന നിമിഷം വരെ, സ്വർഗം ലഭിക്കുന്നത് വരെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിർഭയത്വം, അല്ലെങ്കിൽ അവർക്ക് നിർഭയമായിരുന്നില്ല അവരുടെ അമലുകളെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് എന്നാണ്. നോക്കൂ, നമ്മൾ ആലോചിക്കേണ്ടത് എത്ര ഭയപ്പാട് നമുക്കുണ്ട് നമ്മൾ ചെയ്ത നന്മകൾ പടച്ചോൻ സ്വീകരിച്ചോ എന്നുള്ളത്. ഇന്ന് 20 ചില്ലാനം നോമ്പുകൾ നമ്മൾ അനുഷ്ഠിച്ചു. ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിച്ചോ എന്നുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ? ഒരു നിസ്കാരം നമസ്കരിച്ചു, ഇന്ന് സുബഹി നമസ്കരിച്ചിട്ട് എത്ര ആളുകളുടെ മനസ്സിൽ പടച്ചോൻ നിന്റെ സുബഹി നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാവോ ഇല്ല എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്? നമ്മളെങ്ങനെയാണെന്നറിയോ? നമ്മൾ പലപ്പോഴും ചെയ്തങ്ങനെ പോവുക. ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകുന്ന, സുബഹി കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞു, ജുമാ കഴിഞ്ഞാൽ ജുമാ കഴിഞ്ഞു, അസർ കഴിഞ്ഞാൽ അസർ കഴിഞ്ഞു, അത് സ്വീകരിച്ചോ ഇല്ല എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമാവാത്ത രൂപത്തിലാണ് പലപ്പോഴും. അങ്ങനെ തേട്ടം പോലും നമുക്ക് ഉണ്ടാവുന്നില്ല. നമുക്ക് നിങ്ങൾ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, അദ്ദേഹം കണ്ടുപരിചയമുള്ള ഒരു സമൂഹമാണ്. അദ്ദേഹം കണ്ടുപരിചയമുള്ള സമൂഹം ആരാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത. ആ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ലഖദ് അദറത്തു അഖ്വാമൻ കാനൂ മിൻ ഹസനാതിഹിം അൻ തുറദ്ദ അലൈഹിം അഷ്ഫഖു മിൻഹും അലാ സയ്യിആതികും അൻ തുഅദ്ദബു അലൈഹ. ഞാൻ കണ്ടുപരിചയമുള്ളൊരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്താണ്? അവർ തങ്ങളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന് ആശങ്കിക്കുന്നവരായിരുന്നു. അവർക്കുള്ള ആശങ്ക എന്തായിരുന്നു? അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പടച്ചറബ് സ്വീകരിച്ചോ ഇല്ലേ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹം ഉദാഹരിച്ചത്, അല്ലെങ്കിൽ ഉപമിച്ച് പറഞ്ഞത് ഏതുപോലെ എന്നറിയോ? നിങ്ങൾ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്ന് ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ. ഒരു പാപം ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ ഭയപ്പാടും ആശങ്കയും ഉണ്ടായിരുന്നു. ആർക്ക്? സഹാബത്തിന്. എന്തായിരുന്നു അവരുടെ ആശങ്ക? അവർ നിർവഹിച്ചിട്ടുള്ള നന്മകൾ, അവർ നിർവഹിച്ചിട്ടുള്ള ഇബാദത്തുകൾ, അവർ നിർവഹിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കുമോ എന്നുള്ള ഭയപ്പാട് അവർക്കുണ്ടായിരുന്നു, ആശങ്ക ഉണ്ടായിരുന്നു. ഏതുപോലെ? ഒരു പാപം ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങൾക്കുണ്ടാകുന്ന ഭയത്തേക്കാൾ അവർക്ക് നന്മകൾ സ്വീകരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാൻ. ഓക്കെ, നമ്മൾ ആലോചിക്കുക, പലപ്പോഴും ശൈത്താൻ നമ്മളിൽ ഇടപെടുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പിശാച് സംതൃപ്തനാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഒരു മനുഷ്യനിൽ 3 സ്വഭാവമുണ്ടോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനമാണ്, അല്ലെങ്കിൽ സംതൃപ്തിയാണ് ആർക്കുള്ളത്? ശൈത്താനുള്ളത്. എന്താണ്? ആ മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഒന്ന്, തന്നെ പറ്റി അമിതമായ മതിപ്പുള്ളവനെ സംബന്ധിച്ച്, ഞാൻ കുഴപ്പമില്ല അല്ലെ, ഞാൻ ആരാ അല്ലെ, അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികൾ ചോദിക്കലുണ്ടല്ലോ, ഞാൻ ആരാ മോൻ എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഉഷാറാ, എന്നെ കുറിച്ച് എനിക്ക് ഭയങ്കര മതിപ്പാ. അവനെ സംബന്ധിച്ചിടത്തോളം പിശാചിനാണ് സംതൃപ്തിയുള്ളത്, അള്ളാഹ്ക്ക് സംതൃപ്തിയില്ല. മറ്റൊന്നുകൂടെ പറഞ്ഞു, എന്താണെന്നറിയോ? താൻ ചെയ്ത നന്മകൾ മഹത്വവൽക്കരിക്കുന്നവനിൽ, നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ട് ആളുകളോട് പറയുകയും, ഞാൻ എന്തോ വലിയ സംഗതി ചെയ്തു അല്ലേ, ചെറിയ ഒരു സഹായമായിരിക്കും ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട്, വാട്സപ്പിലിട്ട്, ഇൻസ്റ്റയിലിട്ട് ഓനിങ്ങനെ ഒരു വലിയ സംഭവമാക്കിയിട്ട് അല്ലെ കൊടുത്തിട്ടുള്ളത് 10-50 റുപ്യന്റെ ഒരു പെന്നോ പെൻസിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതെന്തായിരിക്കും? ഒരു 5000-50,000 ചെലവാക്കിയതിന്റെ ലെവലിലേക്ക് അവനിങ്ങനെ അതിനെങ്ങനെ കൊണ്ടുപോകും. മഹത്വവൽക്കരിക്കുക നമ്മൾ ചെയ്യുന്ന നന്മകൾ. അങ്ങനെ മഹത്വവൽക്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം
അവനെ കുറിച്ച് സംതൃപ്തിയുള്ളത് അള്ളാഹുവിനല്ല. നമുക്ക് ആരുടെ സംതൃപ്തിയാ വേണ്ടത്? റളിയല്ലാഹു അൻഹും വറളു അൻ. നമ്മൾ അള്ളാഹിനെ തൃപ്തിപ്പെടണം, അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടണം. അല്ലേ? അങ്ങനെയാണല്ലോ. അതാണ് അവസാനത്തില് ആ മലക്കുകൾ വന്ന് വിളിക്കുന്ന രംഗം ഖുർആൻ പറഞ്ഞത്. എന്താണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മഹത്വവൽക്കരിക്കപ്പെടുന്നത്, നമ്മൾ നന്മകൾ മഹത്വവൽക്കരിക്കപ്പെടുമ്പോ അവിടെ ലഭ്യമാകുന്നത് ശൈത്താന്റെ സംതൃപ്തിയാണ്, അള്ളാന്റെ സംതൃപ്തി കിട്ടൂല. അള്ളാന്റെ സംതൃപ്തി കിട്ടണമെങ്കിലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലേ, അത് എന്തായിരിക്കണം? അത് ആളുകൾ അറിയാതെ പരമാവധി ശ്രദ്ധിച്ച് അല്ലേ അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് അത് പറയാം. മറ്റൊന്ന് പറഞ്ഞെന്തറിയോ? തിന്മകളെ നിസാരവൽക്കരിക്കുന്നവനിലും ഒരു തിന്മ വളരെ നിസ്സാരാണ്. മനുഷ്യന്മാരെന്തൊക്കെ ചെയ്യണത് അല്ലേ? മനുഷ്യന്മാരുടെ MDMA ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ലഹരികളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെറിയൊരു ലഹരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകളെ നിസ്സാരവൽക്കരിക്കുന്നവനിലും സംതൃപ്തനാണ്. ആര്? ശൈത്താൻ എന്ന് ആരാ പറഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയാ അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 സ്വഭാവം നമ്മളിലുണ്ടോ എന്നതാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്. എന്നിൽ അങ്ങനെ സ്വഭാവം ഉണ്ടോ? ഞാൻ ചെയ്യുന്ന നന്മകൾ അതിങ്ങനെ ആളുകൾക്ക് മുമ്പിൽ വലുതാക്കി കാണിച്ച് പർവ്വതീകരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്നിലുള്ള ഒരു തിന്മ അത് വളരെ നിസ്സാരമായി ഞാൻ ഗണിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ഞാൻ കുഴപ്പമില്ല എന്നുള്ള തോന്നലുണ്ടാവുക. ആർക്കാ ഞാൻ കുഴപ്പമില്ല എന്ന് ആദ്യം തോന്നിയത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നിയത് ഇബ്ലീസിനാണ് അല്ലെ? അതാണ് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ തീനിൻ വഖലഖ്തഹു മിൻ തീനിൻ വഖലഖ്തനി മിൻ നാർ ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. അങ്ങനെ പറഞ്ഞു. എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചതോ കളിമണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് അവനേക്കാൾ ഉത്തമനാണ് ഞാൻ അല്ലെ? ഈ ഒരു തോന്നൽ നമുക്കുണ്ടായാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് പർവ്വതീകരിച്ച് വലിയ മഹത്വമുള്ളതായി നമ്മൾ ഗണിക്കുന്നുവെങ്കിൽ, നമ്മളിൽ സംഭവിക്കുന്ന തിന്മകൾ, നമ്മളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അതിനെ നിസ്സാരമായി ഗണിക്കുന്നുവെങ്കിൽ സംതൃപ്തിയുള്ളത് അല്ലാഹ്ക്കല്ല. അള്ളാഹ് സംതൃപ്തിപ്പെടണമെങ്കിൽ ഇതിന്റെ നേരെ മറിച്ചായിരിക്കണം എന്നതാണ് അല്ലേ? അപ്പോ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേടിയത് നിഷ്ഫലമാവാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമ്മളിലുള്ളത്. അള്ളാഹ് പറഞ്ഞല്ലോ, റിയാ വന്നാൽ ആളുകളെ കാണിക്കാൻ അല്ലേ? അതേപോലെ തന്നെ മിന്നത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുത്തത് എടുത്തു പറയാ, അങ്ങനെയുള്ള ഒരു സ്വഭാവം. ഞാൻ ഓനത്ര സഹായിച്ചിട്ടുണ്ട് എന്നറിയോ? ഇതാരാ അറിയേണ്ടത്? ശരിക്ക് നമ്മൾ സഹായിച്ചത് അറിയേണ്ടത് പടച്ചോൻ അറിഞ്ഞാ പോരെ? പടച്ചോൻ അറിഞ്ഞാ മതി അല്ലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ അത് പറഞ്ഞ് ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. ഏതുപോലെ? കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവനെ പോലെ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ അല്ലാഹുവിലും അതേപോലെ തന്നെ പരലോകത്തിലും വിശ്വസിക്കുന്നില്ല. അവന്റെ ഉദാഹരണം ഏതുപോലെയാണ്? ഫമസലുഹു, അവന്റെ ഉദാഹരണം കമസലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ. അവനെ ഉപമിക്കുന്നത് മുകളിൽ അല്പം മാത്രം മണ്ണുള്ള മിനുമിനുത്ത ഒരു പാറയോടാകുന്നു എന്നതാണ്. എന്താണ് ആ പാറയുടെ പ്രത്യേകത? ആ പാറയുടെ മേൽ ശക്തമായി ഒരു മഴ പെയ്യുമ്പോ എന്ത് ചെയ്യുന്നു? ആ മഴ അതിനെ ഒരു മൊട്ടപ്പറമ്പാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നിട്ട് അള്ളാഹു ആ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എടുത്തുദ്ധരിച്ച് ബോധ്യപ്പെടുത്തി തരുന്നു എന്നതാണ് അല്ലെ? അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുകയില്ല. അള്ളാഹു സത്യനിഷേധികളായ ജനതയെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നമ്മൾ കൊടുക്കുക, ഒരാളെ സഹായിക്കാം, ആ സഹായിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ശല്യമുണ്ടാക്കി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൊടുത്തത് എടുത്തു പറയുന്നു. ഇങ്ങനെ ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? നമ്മൾ ചെയ്തത് അത് മുട്ടപ്പാറയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൽ വെള്ളമൊഴിച്ച് അതെല്ലാം
തീർന്നു പോകുന്നത് പോലെ, ഒഴുകിപ്പോകുന്നത് പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് പരലോകത്തുണ്ടാവുക അല്ലേ? ആ ആളുകളെ അറിയിക്കാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന നന്മകൾ പരമാവധി ആളുകളിൽ അറിയിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക, നന്മകളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക. ചില സന്ദർഭത്തിൽ ആവശ്യമുണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ പള്ളിയുടെ ഒരു വിപുലീകരണം നടക്കുക. അപ്പൊ ഒരു മനുഷ്യൻ അവിടെ യോഗം നടക്കുന്ന സമയത്ത് പറഞ്ഞു, അതിന് ഞാൻ 1,00,000 റുപ്യ തരാം. അദ്ദേഹം പറയുമ്പോ ഞാൻ 1,00,000 കൊടുക്കുന്നവനാണ് എന്നറിയാനല്ല, മറിച്ച് അതൊരു മോട്ടിവേഷനായി ആരെങ്കിലും കൂടുതൽ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്, ഓന് 1,00,000 പറഞ്ഞാൽ ഞാൻ അതിൽ കുറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും കൂടുതൽ അങ്ങനെ മോട്ടിവേഷനായി പറയാം. പക്ഷെ ഞാൻ പറയുമ്പോ എവിടേക്ക് അള്ളാഹ് നോക്കുന്നത്? അള്ളാഹ് നോക്കുന്നത് ഇലാ ഖുലൂബിക്കും എന്നാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. പറയുമ്പോ എന്താണ് എന്റെ മനസ്സിൽ, അതിന്റെ അടിസ്ഥാനത്തിലാ അതിന്റെ പ്രതിഫലം ഉണ്ടാവുക അല്ലേ? ഒക്കെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരലോകത്തെ നമുക്ക് ഗ്രന്ഥം കിട്ടുന്നത് നമ്മുടെ വലത് കൈയിലാ അല്ലെ? ആണ്. കാരണം എന്താ? അതിനാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഗ്രന്ഥം കിട്ടുന്ന ഒരു രംഗം സൂറ ഹാഖയിലൂടെ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടേ നമ്മൾ പറയാ, അല്ലെങ്കിൽ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥം പരലോകത്ത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുക. ഞാൻ ചെയ്തതൊക്കെ അതിലുണ്ട്, എല്ലാ നന്മയും അല്ലെ? 2 രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വലത് കൈ കിട്ടുന്ന ആളുടെ സന്തോഷം ഖുർആൻ പറഞ്ഞതറിയോ? ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ. ഫയഖൂലു, അവൻ പറയും, ഹാ. എപ്പോഴാ പറയാ? ഹാ ഉംഖറഉ കിതാബിയ. ഖുർആന്റെ പ്രയോഗം ആലോചിച്ച് നോക്കി. ഹാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. എപ്പോഴാ? അത്ര സന്തോഷ. കാരണം എന്തറിയോ? അവൻ ചെയ്ത നന്മയൊന്നും ആരും കണ്ടിട്ടില്ല, ആരും കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, അവൻ നന്മകൾ ചെയ്തിട്ടില്ല. അവൻ ആരും കാണാതെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് അവന്റെ നമസ്കാരം അത് രാവിലെ സുബൈക്ക് വന്നിട്ടോ ചായപ്പിടിയിൽ ഇരുന്നിട്ടോ പറഞ്ഞിട്ടില്ല. ഭയങ്കര മഴയല്ലേ? എപ്പോഴാ? ഞാൻ തഹജ്ജുദിന് നീച്ച സമയത്തെ പൊരിഞ്ഞ മഴ. പറയുമ്പോ എന്നെ മനസ്സിലെന്താ? ഞാൻ തഹജ്ജുദിന് നിസ്കരിച്ചു എന്നുള്ളത് അവിടെയുള്ള എന്നെ കേൾക്കുന്ന ആളുകൾ അറിയണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെ? അല്ല, ഓനെ നിസ്കരിച്ചത് എണീറ്റത് ആരും അറിഞ്ഞിട്ടില്ല. പല ആളുകൾക്കും അവന് സഹായിച്ചിട്ടുണ്ട്. അത് കൊടുത്ത ആള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, കൊടുക്കുമ്പോ അവൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വാങ്ങിയ ആളും കൊടുത്ത ആളും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല അല്ലെ? ഒരു പിരിവിന് ഇങ്ങനെ വന്നപ്പോ അല്ലെ, ഓ എടുത്ത് പറഞ്ഞിട്ടില്ല. എന്തെന്നറിയോ? ഹൈ, ഞാൻ എത്രയോ കൊടുത്തറിയോ, ഇന്നാള് മറ്റവൻ എത്ര കൊടുത്തു, ഇവൻ എത്ര കൊടുത്തു, ഇതൊന്നും കൊടുക്കലെന്നെ, അങ്ങനെയൊന്നും വർത്താനം പറഞ്ഞിട്ടില്ല. ഓന്റെ അടുത്തുണ്ടോ വെള്ളിനനുസരിച്ച് ഓൻ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിലോ കൊടുത്തതിനെ പറ്റിയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇത് എവിടുന്ന വെളിവാകുക? ഇത് വെളിവാകുന്ന രംഗ ഖുർആൻ പറഞ്ഞത് എന്താ നോക്കണ്ടോ? ഈ കാണാതെ ഞാൻ കൊടുത്തത് ഓന്റെ തുണക്കാരോട്, കൂട്ടുകാരോട്, അവന്റെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളോട് ആ സമയത്ത് ഇങ്ങനെ ചെന്നിട്ട് പറയുന്ന ഹാ ഉംഖറഉ കിതാബിയ, വായിച്ചോ കിട്ടോ, ഇതേ ഞാൻ ചെയ്തതാ, ഇതൊന്നും നിങ്ങൾ അറിയാതെ ഞാൻ ചെയ്തതാ എന്ന് പറയുന്ന രംഗം. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തത് വാൾ പോസ്റ്റ് ആക്കിയിട്ടില്ല, അവൻ ചെയ്തത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, അവൻ ചെയ്തത് ഇൻസ്റ്റയിൽ വന്നിട്ടില്ല, അവൻ ചെയ്തത് ഒരിക്കലും വാട്സാപ്പിലെ സ്റ്റോറിയായോ അതല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ആയോ വന്നിട്ടില്ല. ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, അവനും കൊടുത്തവനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത ആളുകൾ, അതാ ആ സന്തോഷം ഖുർആൻ പറഞ്ഞത് ഹാ ഉംഖറഉ കിതാബിയ അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള നന്മകൾ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള നന്മകൾ അത് ദുനിയാവിന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയായി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെ? ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 3 ആളുകൾ അവർ ചെയ്ത മറ്റാരും അറിയാത്ത ആ നന്മകൾ എടുത്തുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന രംഗ അവിടെ അവർക്ക് രക്ഷയായി വന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗുഹയിൽ അകപ്പെട്ട ആളുകളുടെ ചരിത്രം പറയുമ്പോ അവിടുന്ന് ഞാനും നിങ്ങളും വായിച്ചെടുക്കേണ്ടതാ. അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള അമലുകൾ എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സംസാരം ഒന്ന് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലെ? സംസാരം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വർത്തമാനം പറയണം.
നല്ല വർത്തമാനം പറഞ്ഞാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കളയാനും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാകാനും അത് കാരണമാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ ഏറ്റവും നല്ല വിജയം നേടിയവൻ അവനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരിക്കലും മോശപ്പെട്ട വർത്തമാനം പറയുന്ന ആളുകളായി മാറരുത്. ഒരു മാസം നമ്മൾ ശ്രദ്ധിച്ചു അല്ലെ, കളവ് നമ്മൾ പറഞ്ഞിട്ടില്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയാണ് എന്ന് മാത്രമാണ് അതിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുക. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സംസാരം നിയന്ത്രിച്ചു. ചിലതൊക്കെ പറയണം തോന്നിയിട്ടുണ്ട്, പക്ഷെ നിയന്ത്രിച്ചു. 10-28 ദിവസം അല്ലെങ്കിൽ 10-29 ദിവസം 10-30 ദിവസം ഇതിങ്ങനെ ശ്രദ്ധിച്ചാൽ പിന്നെ മനുഷ്യന്റെ ശീലമായി വരും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. മനഃശാസ്ത്രം പറയുന്നതാ, നമ്മൾ ഒരു ശീലം 28 ദിവസം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ആദത്തായി പതിവായി മാറും എന്ന്. അതുകൊണ്ടാണ് 28 അല്ലെങ്കിൽ ഒരു മാസം രാത്രിയിൽ ഇങ്ങനെ നിസ്കരിച്ചാൽ പിന്നെ അത് അവന്റെ ആദത്താവണം അല്ലേ, ആവണം. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സംസാരം നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു മാസം, പലതൊക്കെ പറയണം തോന്നിയപ്പോ ആദ്യത്തിലൊക്കെ തോന്നി, അത് പറഞ്ഞ എന്റെ നോമ്പെന്താവും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെന്ന് അങ്ങനെ ഇപ്പോ പറയണം തോന്നാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുള്ള റമദാൻ കഴിഞ്ഞപ്പോ ഓന്റെ അല്ലെ, ഇപ്പോ അല്ല, റമദാൻ കഴിഞ്ഞാലും അതിന്റെ തുടർച്ചയുണ്ടാകണം അല്ലെ. അതാണ് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അതെന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അത് വഅമുഹാ വഇൻ ഖല്ല, അത് പതിവായി ചെയ്യുക എന്നതാണ്. പതിവായി ചെയ്യുക, അത് കുറച്ച് കുറവാണെങ്കിലും കുറഞ്ഞ പ്രവർത്തനാണെങ്കിലും പതിവാക്കുക എന്നതാണ്. ഖാല, എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കാനത്ത് ആയിഷ ഇദാ അമിലത്തിൽ അമലു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ അവര് സ്ഥിരം ചെയ്യുന്ന പതിവാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് അല്ലെ. ഈ റമദാനിൽ ചെയ്ത നന്മകൾ പലതും ഇനി അടുത്ത റമദാനിലേക്ക് കാത്തുവെക്കുന്ന കൂട്ടത്തിലല്ല നമ്മൾ ഉണ്ടാവേണ്ടത് അല്ലെ. ഇനി എന്നാ രാത്രി നിസ്കാരം എന്ന് വെച്ചാല് അടുത്ത റമദാൻ തറാവീഹ് വരട്ടെ എന്നല്ല, മറിച്ച് രാത്രി നിസ്കാരം ജമാഅത്ത് ചിലപ്പോ പള്ളിയിൽ അപ്പോഴേ ഉണ്ടാവുള്ളൂ. പക്ഷെ രാത്രി നിസ്കാരം എന്നുള്ളത് എന്തായി? എന്റെ സ്വഭാവമായി മാറി എന്നതാണ് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു അസ്സിയാം ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ളലു സ്വലാ ബഅദൽ ഫരീള അസ്സലാത്തുൽ ലൈൽ. രാത്രി നിസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് രാത്രിയിലെ നമസ്കാരമാകുന്നു എന്നാണ്. ഒന്നുകൂടെ കേട്ടോ, ഖാല അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലി, എന്നോട് പറഞ്ഞു ആര്? റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ്, ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഇന്ന ആളെ പോലെ ആവരുത് എന്ന് പറഞ്ഞു, അയാളെ പോലെ ആവരുത് എന്ന് പറഞ്ഞു. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമുൽ ലൈൽ, ഓൻ രാത്രിയിൽ എഴുന്നേൽക്കും അല്ലേ, അല്ലെങ്കിൽ ആ രാത്രിയിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? റമദാനിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാലോ അതിന്റെ ശേഷം അവൻ എന്ത് ചെയ്യൂല? ആ നിസ്കാരം അവനിലില്ല. അങ്ങനെ നീ ആവരുത് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമുക്ക് ശീലായി, ആ ശീലം ഉണ്ടാവണം. അത് 11 റക്അത്ത് നിസ്കരിക്കണോ എന്നൊന്നും നമ്മൾ ആലോചിക്കണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടൊരവസ്ഥയിൽ നമ്മൾ അതിനെ കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ ജമാഅത്ത് നിസ്കാരം പറഞ്ഞ ദീർഘിച്ചു പോകും, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, ജമാഅത്ത് നമ്മൾ കോൾഡറായില്ലേ, ബാങ്ക് കേട്ടാൽ പള്ളി പോകുന്നൊരവസ്ഥയല്ലേ? അത് പെരുന്നാളിന്റെ അന്ന് ഉണ്ടാവണം, അതിന്റെ ശേഷം ഉണ്ടാവണം, പെരുന്നാൾ വരെയല്ല അല്ലെ, അല്ലെങ്കിൽ മാസം കാണുന്നത് വരെയല്ല.
അതിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം. നമ്മളെ കൊണ്ട് പറ്റൂ എന്നുള്ളത് തെളിഞ്ഞു. നമുക്ക് കഴിയില്ല എന്ന് പറയാൻ വയ്യല്ലോ. നമ്മൾ പരിശീലനത്തിൽ ഒരു മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് അല്ലെ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ് ഓതി, ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും നമ്മൾ ദിവസം ഓതിയ ആളുകളാണ്. ഇനിയോ റമദാൻ കഴിഞ്ഞാൽ മടക്കിയേക്കാൻ പാടില്ല. ആ ജുസ് എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഒരു മാസത്തിൽ ഒരു ജുസ് എങ്കിലും ആ ഖുർആനിനോട് ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അപ്പോഴാ ഇതിന്റെ ചൈതന്യം നമുക്ക് നിലനിർത്താൻ കഴിയുക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിനെ തുടർന്ന് വരുന്ന നോമ്പുണ്ട് അല്ലെ, 6 നോമ്പ്, കൂടുതൽ സംസാരിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വ്യാഴവും അതേപോലെ തന്നെ തിങ്കളും സുന്നത്ത് നോമ്പുകളുണ്ട്. ഓരോ മാസത്തിലും അറബി മാസത്തിൽ 13, 14, 15 3 സുന്നത്ത്, പ്രബലമായ സുന്നത്ത് നോമ്പുകളുണ്ട്. ഇനി അടുത്ത റമദാൻ എത്തിയിട്ട് മാത്രം നോമ്പ് നോൽക്കല്ല, അതിന്റെ ഇടയിൽ നോൽക്കാൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആളുകൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.